പ്രിയമുള്ള പഠിതാക്കളെ, നമുക്കിന്ന് ജെ.സി. ഹിലിൻ്റെ ആൻ ഇൻട്രൊഡക്ഷൻ ടു സിറ്റിസൺഷിപ്പ് എന്നുള്ള പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമായിട്ടുള്ള ഗുഡ് മാനേഴ്സ് എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ജെ.സി. ഹിൽ തൻ്റെ നല്ല പ്രവൃത്തികൾക്ക് ഗുഡ് ഹാബിറ്റ്സിന് പേര് കേട്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിൽ അദ്ദേഹത്തിൻ്റെ ഗുഡ് മാനേഴ്സ്, അതായത് ഗുഡ് ഹാബിറ്റ്സ് ഒരുപാട് പങ്ക് വഹിച്ചിട്ടുള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല ശീലങ്ങൾ വെച്ച് പുലർത്തുന്ന എഴുത്തുകാരൻ അദ്ദേഹം നല്ല ശീലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു നമ്മോട്. കേട്ടാലോ? Read and reflect. Sympathy and understanding our own limitations will help us to behave better in a society and maintain the rhythm of life. സിമ്പതി, അതായത് അനുകമ്പയും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് അവർ ഓൺ ലിമിറ്റേഷൻസ്, നമ്മുടെ സ്വന്തം ലിമിറ്റേഷൻസിനെ കുറിച്ചുള്ള അറിവ്. നമുക്കെല്ലാവർക്കും പോരായ്മകളുണ്ടാകും. ആ ലിമിറ്റേഷൻസ്, അതിനെക്കുറിച്ചുള്ള അറിവ് നമ്മളെ സഹായിക്കുന്നു. എന്തിന്? ടു ബിഹേവ് ബെറ്റർ ഇൻ എ സൊസൈറ്റി, സൊസൈറ്റിയിൽ നന്നായിട്ട് പെരുമാറാൻ വേണ്ടി. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരു താളം അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ജെ.സി. ഹിൽസ് എസ്സേ ഗുഡ് മാനേഴ്സ് ഈസ് എ ഗ്രേറ്റ് റീഡിംഗ് എക്സ്പീരിയൻസ് ടു എവറി സിറ്റിസൺ ഹു ഡ്രീംസ് ഓഫ് സിമ്പിൾ പീസ്ഫുൾ ലൈഫ് ഫുൾ ഓഫ് ബ്യൂട്ടി ആൻഡ് എലഗൻസ്. ഭംഗിയുള്ള, സമാധാനപ്രദമായ, വളരെ സിമ്പിളായിട്ടുള്ള ജീവിതം സ്വപ്നം കാണുന്ന ഓരോ വ്യക്തിക്കും നല്ല ഒരു വായനാനുഭവം നൽകുന്ന ഒരു എസ്സേയാണ് ഗുഡ് മാനേഴ്സ്. ഇറ്റ്സ് എ കോൾ ഫോർ ആക്ഷൻ, ഒരു ആഹ്വാനമാണ്. എന്തിന്? ടു ഡു ദ ലിറ്റിൽ വി ക്യാൻ. നമുക്ക് ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അത് ചെയ്യാൻ ഡ്യൂറിങ് അവർ ഷോർട്ട് സ്റ്റേ ഇൻ ദിസ് വേൾഡ്. കാരണം നമ്മൾ ഈ ലോകത്ത് സ്റ്റേ ചെയ്യുന്നത് വളരെ കുറച്ച് സമയത്താണ്. സോ വി ഷുഡ് ഡു സംതിങ് ഗുഡ് ഫോർ ദ സൊസൈറ്റി, ഫോർ ദ വെൽബീയിങ് ഓഫ് ദ വേൾഡ് ആസ് വി ക്യാൻ. നമുക്ക് കഴിയുന്നത്ര രീതിയിൽ നമ്മൾ ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യാനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. ചെറുതാണെങ്കിൽ പോലും ആ നന്മ ചെയ്യുക. Okay, let's move on to the chapter Good Manners. There was once a young man who was strong and healthy and enjoyed his work. So here we can see an example of a young man who was healthy and strong and who has passion in his work. സ്വന്തം ജോലിയിൽ അങ്ങേയറ്റം സന്തോഷം കണ്ടെത്തിയ വളരെ ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ, അയാളെക്കുറിച്ചാണ് പറയുന്നത്. In every way he felt on top of life. എല്ലാ തരത്തിലും അദ്ദേഹം ജീവിതത്തിൻ്റെ ഏറ്റവും മുകളിലാണ്, അല്ലേ, മുകൾ തട്ടിലാണ് എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആൻഡ് ഹാഡ് നോ സിമ്പതി ഫോർ ദ അൺഇൻട്രസ്റ്റിംഗ് ഫോക്ക് ഹൂ സീം ടു ഫോം സച്ച് എ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ. ആൻഡ് ഹി ഹാസ് നോ ഇൻട്രസ്റ്റ് ഇൻ ഹിസ് സറൗണ്ടിങ് ഫോക്ക്. ഹി വാസ് നോട്ട് ഇൻ ടച്ച് വിത്ത് ദ സൊസൈറ്റി അറൗണ്ട് ഹിം. അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുമായിട്ട് വലിയ സിമ്പതിയൊന്നും പുലർത്താത്ത, അല്ലേ, ഫോക്ക് എന്ന് പറഞ്ഞാൽ ക്രൗഡ് എന്നാണ് അർത്ഥം, സാധാരണ ആളുകൾ. അൺഇൻട്രസ്റ്റിംഗ് ഫോക്ക്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സറൗണ്ടിങ് ഫോക്ക് എന്ന് പറയുന്നത്, ആൾക്കൂട്ടം എന്ന് പറയുന്നത് അരോചകമാണ്, അല്ലേ, അറൗസിങ് നോ ഇൻട്രസ്റ്റ്, പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നുമില്ലാത്ത ഫോക്കാണ്. അവരിൽ യാതൊരു താല്പര്യവും കാണിക്കാത്ത, ഒരു സിമ്പതിയും കാണിക്കാത്ത ഒരാളാണ് ആര്? നമ്മുടെ ഈ ചെറുപ്പക്കാരൻ. സീം ടു ഫോം സച്ച് എ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ. അപ്പോൾ ഈ ഒരു പോപ്പുലേഷൻ, വലിയൊരു ജനസംഖ്യയിൽ വലിയൊരു ശതമാനത്തോളം, ലാർജ് പ്രൊപ്പോർഷൻ എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള സാധാരണ ജനങ്ങളാണ്, കോമൺ ഫോക്കാണ്, അല്ലേ. അവരോടൊരു സിമ്പതിയും കാണിക്കാത്ത മനുഷ്യൻ. വൺ ഡേ ഹി ഗോട്ട് അൻ അറ്റാക്ക് ഓഫ് ഇൻഫ്ലുവൻസ. ഒരു വൈറൽ ഡിസീസ്, അല്ലെങ്കിൽ ജലദോഷം എന്നൊക്കെ പറയാം, അല്ലേ, പകർച്ചപ്പനി. അതിനൊക്കെ ഇൻഫ്ലുവൻസ എന്ന് പറയും. അപ്പോൾ ഇവിടെ പകർച്ചപ്പനി ആയിരിക്കാം. അങ്ങനെ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസ പിടിപെടുന്നു. ഹി ഹാഡ് ഇറ്റ് ബിഫോർ ആൻഡ് പെയ്ഡ് ലിറ്റിൽ അറ്റൻഷൻ ടു ഇറ്റ്. അദ്ദേഹത്തിന് മുമ്പും ഉണ്ടായിട്ടുണ്ട് ഒരു ഇങ്ങനത്തെയുള്ള ഇൻഫ്ലുവൻസ. അതുകൊണ്ട് തന്നെ ഹി പെയ്ഡ് ലിറ്റിൽ അറ്റൻഷൻ, അതിന് യാതൊരു ശ്രദ്ധയും അദ്ദേഹം കൊടുത്തില്ല. ബട്ട് ദിസ് ടൈം ഹി ഡെവലപ്ഡ് ന്യൂമോണിയ ആൻഡ് വാസ് ഡേഞ്ചറസ്ലി ഇൽ. പക്ഷേ ഈ സമയം എന്ത് സംഭവിച്ചു? ആ അസുഖം മൂർച്ഛിച്ച് ന്യൂമോണിയ ആവുകയും അങ്ങനെ അപകടകരമാമിധം അദ്ദേഹത്തിന് അസുഖബാധ ഉണ്ടാവുകയും ചെയ്തു. വെൻ ഹി റിക്കവേർഡ് ഹി കുഡ് ഓൺലി മൂവ് സ്ലോലി. വെൻ ഹി റിക്കവേർഡ് ഫ്രം ഹിസ് ഇൽനെസ്, അദ്ദേഹത്തിൻ്റെ അസുഖത്തിൽ നിന്ന് മോചനം കിട്ടിയ സമയത്ത് വളരെ പതുക്കെ മാത്രമേ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ സാധിച്ചുള്ളൂ. ഹി വാസ് ഈസിലി ടയേർഡ് ആൻഡ് ലൈഫ് ബിക്കെയിം ഡിഫിക്കൾട്ട് ഫോർ ഹിം. വേഗത്തിൽ ക്ഷീണിക്കുന്ന ആളായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ജീവിതം അദ്ദേഹത്തിന് വളരെ പ്രയാസമേറിയ ഒരു കാര്യമായിട്ട് മാറി. വെൻ ഹി വാസ് വെൽ ഇനഫ് ടു ഗോ ടു വർക്ക് ഹി ഫൗണ്ട് ദ ജേർണി ഹോം വെരി ട്രൈയിങ്. വെൻ ഹി വാസ് വെൽ, അദ്ദേഹത്തിന് ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടിയ സമയത്ത്, എന്തിന്? ഇനഫ് ടു ഗോ ടു വർക്ക്, ജോലി ചെയ്യാൻ ആകുന്ന വിധം ആരോഗ്യം ലഭിച്ച സമയത്ത് ഹി ഫൗണ്ട് ദ ജേർണി ഹോം വെരി ട്രൈയിങ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള ആ യാത്ര വളരെ
വളരെ ട്രയിങ് ആയിട്ട്, അസഹ്യമായിട്ട് അല്ലേ. ട്രയിങ് വെച്ച അർത്ഥം എക്സ്ട്രീംലി ഹാർഡ് ടു എൻഡ്യൂർ എന്നാണ്. സഹിക്കാവുന്നതിനപ്പുറം ഭയങ്കര ക്ലേശിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു യാത്രകൾ. He looked at the strong young man sitting comfortably in the train or bus and then feeling tired himself. Noticed how tired some of the older people were who were standing beside him. ഇതുവരെ ചുറ്റുപാടൊന്നും നോക്കാത്ത ആളാണ്. Now he begins to look around him. He started watching the people around him. അല്ലേ, ചുറ്റുപാടും നോക്കാൻ തുടങ്ങി. അങ്ങനെ ചുറ്റുപാടുമുള്ളത് സ്ട്രോങ് ആയിട്ടുള്ള ചെറുപ്പക്കാരാണ്, യങ് മാനാണ്. സിറ്റിംഗ് കംഫർട്ടബിളി, ഒരു പ്രശ്നമില്ലാണ്ട് സുഖമായിട്ടിരിക്കുന്ന ആളുകൾ ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും. ആൻഡ് ദെൻ ഫീലിംഗ് ടയർഡ് ഹിംസെൽഫ്. ഇപ്പോൾ ചുറ്റുപാടുമുള്ള ആരോഗ്യമുള്ള മനുഷ്യരെ കാണുന്ന സമയത്ത് ഹീ ഫെൽറ്റ് മോർ ടയേർഡ്, സ്വയം ഒരുപാട് ക്ഷീണിച്ചവനായിട്ട് തോന്നുകയാണ്. നോട്ടീസ്ഡ്, അദ്ദേഹം ശ്രദ്ധിച്ചു, ഹൗ ടയേർഡ് സം ഓഫ് ദ ഓൾഡർ പീപ്പിൾ വെർ. ആദ്യമായിട്ട് അദ്ദേഹം വയസ്സായ ആളുകളെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ്. എത്രത്തോളം ക്ഷീണിതരാണ് അവർ എന്ന് ആദ്യമായിട്ട് കാണുകയാണ് അദ്ദേഹം. ഹു വെർ സ്റ്റാൻഡിങ് ബിസൈഡ് ഹിം. ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചുറ്റുപാട് നിൽക്കുന്ന വയസ്സായ ആളുകളെയൊക്കെ ശ്രദ്ധിക്കുന്നു. എന്നിട്ട് മനസ്സിലാക്കുന്നു എത്രമാത്രം ടയേർഡാണ് ചുറ്റുമുള്ള ആളുകൾ, വയസ്സായ ആളുകളെന്ന്. ഗ്രാജ്വലി ഹി ഗോട്ട് സ്ട്രോങ് അഗെയിൻ. ചുറ്റുപാടുമുള്ള വീക്കായിട്ടുള്ള ആളുകളെ കാണുന്ന സമയത്ത് ഹി ഗോട്ട് സ്ട്രോങ് അഗെയിൻ, അദ്ദേഹം വീണ്ടും ഒന്നുകൂടി ഉഷാറാകുന്നു. എന്നിട്ടോ, ബട്ട് വെൻ ഹി വാസ് ഇൻ എ ട്രെയിൻ ഓർ ബസ് he now looked round to see if there was any older person in need of a seat. When he was in train or bus, ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുന്ന സമയത്ത് ചുറ്റും നോക്കുന്നു. ലുക്ഡ് അറൗണ്ട്, ഇതിന് ടു സീ, ആരെങ്കിലും ഉണ്ടോ അല്ലേ. ഇഫ് ദർ വാസ് എനി ഓൾഡർ പേഴ്സൺ ഇൻ നീഡ് ഓഫ് എ സീറ്റ്, വലിയ ആരോഗ്യമില്ലാത്ത ആരെങ്കിലും നിൽക്കുന്നുണ്ടോ, തൻ്റെ സീറ്റിൽ ഇരുത്തേണ്ടവരായി അല്ലെങ്കിൽ സീറ്റ് ആവശ്യമുള്ളവരായിട്ട് നിൽക്കാൻ കെൽപ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം ചുറ്റും ശ്രദ്ധിക്കാൻ തുടങ്ങി. ആൻഡ് ഇഫ് ദർ വാസ്, അങ്ങനെ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇഫ് ദർ വാസ് എനി, ഹി ഗേവ് അപ്പ് ഹിസ് സീറ്റ്, അദ്ദേഹത്തിൻ്റെ സീറ്റ് ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നു. ഫോർ ദ നീഡി, ആവശ്യമുള്ള ആൾക്ക് വേണ്ടിയിട്ട്. ഐ ഹാവ് ഗോട്ട് മൈ സ്ട്രെങ്ത് ബാക്ക് നൗ, ഹി സെഡ് ടു ഹിംസെൽഫ്. അദ്ദേഹം സ്വയം പറഞ്ഞു, എനിക്കിപ്പോൾ എൻ്റെ ശക്തി തിരിച്ചു കിട്ടിയിരിക്കുന്നു. ദീസ് ഓൾഡർ പീപ്പിൾ വിൽ നെവർ ഹാവ് ദെയർ സ്ട്രെങ്ത് അഗെയിൻ. അദ്ദേഹം പറയുന്നു, ആ ചെറുപ്പക്കാരൻ, പണ്ട് ചുറ്റും തീരെ ശ്രദ്ധ കൊടുക്കാത്ത ആളിപ്പോൾ പറയുകയാണ്, ഒരസുഖം വന്നതിന് ശേഷം അസുഖത്തിൻ്റെ ഭയാനകത മനസ്സിലാവുകയും ആളുകളുടെ കഷ്ടപ്പാടിനെക്കുറിച്ച് മനസ്സിലാവുകയും തുടങ്ങിയപ്പോൾ അദ്ദേഹം സ്വയം പറയുന്നു, താനിപ്പോൾ ആരോഗ്യവാനാണ്. അതുപോലെ തന്നെ ദീസ് ഓൾഡർ പീപ്പിൾ, ഈ വയസ്സായ ആളുകൾക്ക് അവരുടെ സ്ട്രെങ്ത് വീണ്ടും തിരികെ കിട്ടില്ലല്ലോ, അവർ ഇരുന്നോട്ടെ എന്ന് തീരുമാനിക്കുക. വെൻ യു ആർ സൈക്ലിംഗ് ആൻഡ് സീ ആൻ ഓൾഡ് മാൻ ഹെസിറ്റേറ്റിംഗ് ഓൺ എ ക്രോസിംഗ്, ഡോണ്ട് കോൾ ഹിം ആൻ ഓൾഡ് ഫോൾ. നിങ്ങൾ സൈക്ലിംഗ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ആൻഡ് സീ ആൻ ഓൾഡ് മാൻ ഹെസിറ്റേറ്റിംഗ് ഓൺ എ ക്രോസിംഗ്, ആൻഡ് യു ഫൈൻഡ് ആൻ ഓൾഡ് മാൻ ഹു വാസ് ട്രൈങ് ടു ക്രോസ് ദ റോഡ് ബട്ട് ഹെസിറ്റേറ്റ്സ് സീയിങ് യുവർ വെഹിക്കിൾ. നിങ്ങളുടെ വാഹനം കണ്ടിട്ട് ആ റോഡ് ക്രോസ് ചെയ്യാൻ ഹെസിറ്റേറ്റ് ചെയ്യുകയാണ്, അല്ലേ, ഹെസിറ്റേറ്റ് ചെയ്യുക, മടിക്കുക, പേടിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന സമയത്ത് ഡോണ്ട് കോൾ ഹിം ആൻ ഓൾഡ് ഫൂൾ, വയസ്സായ വിഡ്ഢി എന്ന് അദ്ദേഹത്തെ വിളിക്കരുത്. ഹി മേ നോട്ട് ഹിയർ വെരി വെൽ, ഹി മേ ബി ഡെഫ്, ഒരുപക്ഷെ കേൾക്കാൻ സാധിക്കാത്ത മനുഷ്യനാകാം. അല്ലെങ്കിലോ ഹി മേ നോട്ട് സീ ക്ലിയർലി, ഒരുപക്ഷെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത ആളാകാം. ഓർ ഹി മേ ഹാവ് ബിക്കം ടയേർഡ് വിത്ത് വാക്കിംഗ്, അല്ലെങ്കിൽ നടന്ന് ക്ഷീണിച്ച ആളാകാം. പെർഹാപ്സ് ഹി വാസ് എ ഫേമസ് സോൾജിയർ ഇൻ ദ വാർ ആൻഡ് ഹിസ് വൂണ്ട്സ് ആർ സ്റ്റിൽ പെയിൻഫുൾ, ഒരുപക്ഷെ ഒരു കാലത്ത് വളരെ പ്രശസ്തനായ ഒരു സോൾജിയർ ആയിരുന്നിരിക്കാം അദ്ദേഹം, യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കാം. ആൻഡ് ഹിസ് വൂണ്ട്സ് സ്റ്റിൽ പെയിൻഫുൾ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മുറിവുകളെല്ലാം ഇപ്പോൾ അദ്ദേഹത്തിന് വേദനയുണ്ടാക്കുന്നുണ്ടാകാം. ഓർ പെർഹാപ്സ് ഹി ഹാസ് ആൻ ആർട്ടിഫിഷ്യൽ ലെഗ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാല് നഷ്ടപ്പെട്ടിട്ട് ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള കൃത്രിമക്കാലിൽ നടക്കുന്ന ഒരാളായിരിക്കാം അദ്ദേഹം. വൺ ഡേ യു മേ ഗോ ടു എ വാർ, നിങ്ങളൊരിക്കൽ യുദ്ധത്തിന് പോയി എന്നിരിക്കട്ടെ. ആൻഡ് ബി സിവിയർലി ഇഞ്ചേർഡ്, എന്നിട്ട് നിങ്ങൾക്ക് ഇഞ്ചുറി പറ്റി എന്നും ഇരിക്കട്ടെ. വാട്ട് വിൽ യു തിങ്ക്, നിങ്ങൾ എന്ത് ചെയ്യും, എന്ത് വിചാരിക്കും? ഇഫ് സ്കൂൾ ബോയ്സ് മേക്ക് ഫൺ ഓഫ് യു ബിക്കോസ് യു ക്യാൻ ഓൺലി മൂവ് സ്ലോലി, കുട്ടികൾ നിങ്ങളെ, അതായത് സ്കൂൾ കുട്ടികൾ നിങ്ങളെ കളിയാക്കിയാൽ, നിങ്ങൾ പതുക്കെ നടന്നു പോകുന്ന സമയത്ത്, അല്ലേ, മേക്ക് ഫൺ ഓഫ് മീൻസ് റിഡിക്യൂൾ, നിങ്ങളെ വേഗതക്കുറവ്, വേച്ച് നടക്കുന്നത് കണ്ടിട്ട് നിങ്ങളെ സ്കൂൾ കുട്ടികൾ കളിയാക്കുന്ന സമയത്ത് നിങ്ങളുടെ മാനസിക നില എന്തായിരിക്കും? One of the things all boys and girls are going to learn before very long is that they are fragile little things in a dangerous world. One of the things all boys and girls are going to learn before very long is
അധികം താമസിക്കാതെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇതാണ്. ഏത്? ദാറ്റ് ദേ ആർ ഫ്രജൈൽ ലിറ്റിൽ തിങ്സ് ഇൻ എ ഡേഞ്ചറസ് വേൾഡ്. ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള ലോകത്തിൽ അവർ വളരെ നിസ്സാരമായ ചില സാധനങ്ങളാണ് അല്ലേ. ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോകുന്ന എന്നാണ്. ഗ്ലാസോ അല്ലെങ്കിൽ ബോട്ടിലോ ഒക്കെ ഫ്രജൈൽ എന്ന് പറയാം. എളുപ്പം പൊട്ടിപ്പോകുന്നത്, കേടുവരുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഡേഞ്ചറസ് വേൾഡിൽ വളരെ ഫ്രജൈലായിട്ടുള്ള ലിറ്റിൽ തിങ്സ് മാത്രമാണ് അവർ എന്നവർ എളുപ്പം മനസ്സിലാക്കും. Your parents and your teachers and all older people have had some severe blows already. ഇപ്പോൾ നിങ്ങളുടെ പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അതുപോലെ മുതിർന്ന ആരാണെങ്കിലും അവർക്ക് ഇങ്ങനത്തെ രൂക്ഷമായിട്ടുള്ള സിവിയർ എന്ന് പറഞ്ഞാൽ വളരെ ഘോരമായിട്ടുള്ള രീതിയിലുള്ള ബ്ലോസ്, ആഘാതങ്ങൾ അനുഭവിച്ചവരാണ് അല്ലേ. അവർ ചെറുപ്പക്കാലത്ത് ഒരുപാട് ആഘാതങ്ങൾ അനുഭവിച്ചവരാണ് വളർന്നു വന്നിട്ടുള്ളത്. ദേ ഗെറ്റ് മോർ സിവിയർ ബ്ലോസ്. അവർ ഒന്നുകൂടി രൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള ആഘാതങ്ങൾ ഓരോ വർഷവും അനുഭവിക്കുകയും ചെയ്യുന്നു. Most of them would give all the money they have to get your health and strength, your good teeth and nice hair. മിക്കവാറും പേരെല്ലാം would give all the money. അവരുടെ പൈസ മുഴുവൻ ചിലവാക്കിയിട്ടുണ്ടാകും, നൽകിയിട്ടുണ്ടാകും. എന്തിന്? അവർക്കുള്ള പൈസ മുഴുവൻ, the money they have. എന്തിനു വേണ്ടി? to get your health and strength. for your health, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി, and strength, ശക്തിക്ക് വേണ്ടി. your good teeth and nice hair, നിങ്ങളുടെ നല്ല പല്ലിന് വേണ്ടി, അതുപോലെ തന്നെ നിങ്ങളുടെ മുടിക്ക് വേണ്ടി, നിങ്ങളുടെ ആരോഗ്യത്തിനും ഫിസിക്കൽ നീഡ്സിനും എല്ലാം വേണ്ടി തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ചിലവാക്കിയവരായിരിക്കും അവർ. യു ഹാവ് നോ ഐഡിയ ഹൗ ടയേർഡ് ദേ ആർ അറ്റ് ടൈംസ്. നിങ്ങൾക്കറിയില്ല, യു ഹാവ് നോ ഐഡിയ ഹൗ ടയേർഡ്, എന്തുമാത്രം ക്ഷീണിതരായിരിക്കും അവർ. അറ്റ് ടൈംസ്, അറ്റ് ടൈം മീൻസ് നൗ ആൻഡ് ദെൻ, പലപ്പോഴും അവർ ക്ഷീണിതരായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല. ബട്ട് ബിക്കോസ് ദേ ഡു നോട്ട് കംപ്ലെയിൻ യു തിങ്ക് എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ്. They never want to reveal the matter that they are very weak to you. നിങ്ങളോട് they don't want to reveal to you, നിങ്ങളോട് അത് വെളിപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. They don't want to complain to you, നിങ്ങളോട് കംപ്ലൈൻറ്റ് പറയാനും അവർ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടോ അവർ വിചാരിക്കുന്നത് എല്ലാം പ്രശ്നമില്ലാതെ പോകുന്നു എന്ന് നിങ്ങളെ ധരിപ്പിക്കാനാണ്. Well, try to make life easy for them as far as you can. അതുകൊണ്ട് try to make life easy for them. അവർക്ക് വേണ്ടി ജീവിതം ലളിതമാക്കാൻ, അവർക്ക് ജീവിതം സുഖമുള്ളതാക്കാൻ വേണ്ടി നിങ്ങൾക്കാവുന്നത്ര പരിശ്രമിക്കുക. ആസ് ഫാർ ആസ് യു ക്യാൻ, നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ ചെയ്യുക. ആൻഡ് വെൻ ഇറ്റ് ഈസ് യുവർ ടേൺ, നിങ്ങളുടെ ഊഴമാകുന്ന സമയത്ത്, ടേൺ എന്ന് പറഞ്ഞതാണല്ലോ നിങ്ങളുടെ ഊഴം എത്തുന്ന സമയത്ത്, എന്തിന്? ടേൺ ടു സഫർ. ഇത് സഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ലീവ് ലെറ്ററൊക്കെ എഴുതിയിട്ട് ചെയ്യലുണ്ടാവില്ല, ഐ എം സഫറിങ് ഫ്രം അല്ലേ, ബുദ്ധിമുട്ട് അനുഭവിക്കുക. ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള നിങ്ങളുടെ ഊഴം എത്തുമ്പോൾ യു വിൽ ഫീൽ ഹാപ്പിയർ, ഒരുപക്ഷെ നിങ്ങൾക്ക് സന്തോഷവാനായിട്ട് തോന്നാം. എന്തുകൊണ്ട്? ഫോർ ഹാവിങ് ഹെൽപ്ഡ് വെൻ യു കുഡ്, നിങ്ങൾക്ക് സാധിക്കുന്ന സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്തല്ലോ എന്നുള്ള ഒരു അഭിമാനം നിങ്ങളിലുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നത്ര എന്തെങ്കിലും നന്മ അവർക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വയ്യാതാകുമ്പോൾ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയില്ല. സോ വെൻ യു ആർ ഹെൽത്തി ആൻഡ് സ്ട്രോങ്, ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഹെൽപ്പ് എൽഡേഴ്സ്. Good manners are also important when you are with your own friends. That is, you must be well mannered with your friends as well. സുഹൃത്തുക്കളുടെ കൂടെ ആയിരിക്കുമ്പോഴും നിങ്ങൾ ആ മാനേഴ്സ് കാണിക്കണം. എന്തൊക്കെയാണ് ആ മാനേഴ്സ്? When you speak to anyone, നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ സ്പീക്ക് ക്ലിയർലി, വളരെ വ്യക്തമായിട്ട് സംസാരിക്കുക. ആൻഡ് സഫിഷ്യൻ്റ്ലി ലൗഡ്ലി മീൻസ് യുവർ സൗണ്ട് വിൽ ബി ക്ലിയർ ആൻഡ് ഓഡിബിൾ. അവർക്ക് വേണ്ടത്ര ശബ്ദത്തിൽ അവർക്ക് കേൾക്കാൻ പാകത്തിന് നിങ്ങൾ സംസാരിക്കണം. സഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളിടത്തോളം എന്നാണ്. സഫിഷ്യൻ്റ്ലി ലൗഡ്ലി, ഉച്ചത്തിൽ, അവർക്ക് കേൾക്കാൻ പാകത്തിന് ഉച്ചത്തിൽ സംസാരിക്കണം. ഇറ്റ് ഈസ് ആൻ ഇൻസൾട്ട് ടു എ പേഴ്സൺ, അല്ലെങ്കിൽ അതൊരു ഇൻസൾട്ടായിട്ട് മാറും. ഒരു വ്യക്തിക്ക് ഒരു ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കും. ടു ആസ്ക് ഹിസ് അറ്റൻഷൻ, അവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയും, ആൻഡ് ദെൻ സ്പീക്ക് സോ ദാറ്റ് ഹി ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് യു, അവർക്ക് മനസ്സിലാകാത്ത പോലെ സംസാരിക്കുകയും ചെയ്യുന്നത്. ഒരാളെ വിളിക്കുകയും അയാൾക്ക് മനസ്സിലാകാത്ത പോലെ സംസാരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിനോടുള്ള ഇൻസൾട്ടാണ്. സോ ഡോണ്ട് ഇൻസൾട്ട് എനി വൺ ബൈ സ്പീക്കിംഗ് അൺക്ലിയർ ടു ദം. ആൻഡ് റിമെമ്പർ, ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് യുവർ സെൽഫ് അണ്ടർസ്റ്റുഡ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ ഉത്തരവാദിത്തമാണത്, ടു മേക്ക് യുവർ സെൽഫ് അണ്ടർസ്റ്റുഡ്. നിങ്ങൾ നിങ്ങളെ തന്നെ വ്യക്തമാക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. An American writer called Thoreau said, ഒരു അമേരിക്കൻ എഴുത്തുകാരനായിട്ടുള്ള തോറോ പറയുകയുണ്ടായി,
It takes two to speak the truth. സത്യം പറയാൻ രണ്ട് പേരെ ആവശ്യമുണ്ട്. One to speak and another to hear. ഒരാൾ പറയാനും മറ്റൊരാൾ കേൾക്കാനും. This is a very important saying. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചൊല്ലാണിത്. And it would save a great deal of argument and annoyance in life if people paid attention to it. എല്ലാവരും ഇതിലേക്ക് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, അറ്റൻഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയൊരളവോളം, ഒരു ഗ്രേറ്റ് ഡീലോളം ആർഗ്യുമെൻസിനും എന്നുവെച്ചാൽ വാദപ്രതിവാദങ്ങൾക്കും അനോയൻസ് ദേഷ്യപ്രകടനങ്ങൾക്കും സ്ഥാനമില്ലാതാകും. ഒരാൾ മറ്റൊരാളെ ശ്രദ്ധിക്കുന്നിടത്താണ് കാര്യം. ഇറ്റ് ടേക്സ് ടു ടു സ്പീക്ക് ദ ട്രൂത്ത്. സത്യം പറയാൻ രണ്ട് പേരെ ആവശ്യമുണ്ട്. യു കനോട്ട് സ്പീക്ക് ദ ട്രൂത്ത് ബൈ സേയിങ് വാട്ട് യു തിങ്ക് ഈസ് ദ ട്രൂത്ത്. നിങ്ങൾ വിചാരിക്കുന്നത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സത്യം സംസാരിക്കാൻ സാധിക്കില്ല, അല്ലേ? സത്യം പറയാൻ സാധിക്കില്ല. യു ഹാവ് ടു എക്സ്പ്രസ് ഇറ്റ് ഡിഫറെൻ്റ്ലി ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. കാരണം നിങ്ങളുടെ വിചാരങ്ങളൊക്കെ സത്യമാണ് എന്ന് വിചാരിച്ച് ആ സത്യം അതേ രീതിയിൽ പുറത്തു പറയാൻ സാധിക്കില്ല എന്നാണ്. കാരണം ഇവിടെ കുറച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട്. യു ഹാവ് ടു എക്സ്പ്രസ് ഇറ്റ് ഡിഫറെൻ്റ്ലി ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. വ്യത്യസ്തമായ ആളുകളോട് വ്യത്യസ്തമായ രീതിയിലായിരിക്കണം ഇത് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ടു സം പീപ്പിൾ സോഷ്യലിസം മീൻസ് ടേക്കിംഗ് മണി ഫ്രം ദോസ് ഹു ഹാവ് മണി ആൻഡ് ഗിവിങ് ഇറ്റ് ടു ദോസ് ഹു ഹാവ് നോട്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ടേക്കിംഗ് മണി ഫ്രം ദോസ് ഹു ഹാവ് മണി. പൈസയുള്ള ആളുകളുടെ പക്കൽ നിന്ന് ആ പൈസ എടുത്തിട്ട് ഗിവിങ് ഇറ്റ് ടു ദോസ് ഹു ഹാവ് നൺ, ഒന്നുമില്ലാത്തവന് കൊടുക്കുന്നതാണ്, അല്ലേ? അതാണ് സോഷ്യലിസം എന്നാണ് ചിലരുടെ നാട്യം. ചിലരാണെങ്കിൽ എന്താണ് വിചാരം? ടു അതർ പീപ്പിൾ സോഷ്യലിസം മീൻസ് സ്റ്റേറ്റ് കൺട്രോൾ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. ഇവിടുത്തെ വ്യവസായത്തിൻ്റെയും അതുപോലെ വാണിജ്യത്തിൻ്റെയും മുകളിലുള്ള സ്റ്റേറ്റിൻ്റെ കൺട്രോളിനെയാണ് സോഷ്യലിസം എന്ന് പറയുന്നത് എന്നാണ്. ടു അതേഴ്സ്, ചിലരെ സംബന്ധിച്ചിടത്തോളം, വി കനോട്ട് ടെൽ എ മാൻ ദ ട്രൂത്ത് അബൌട്ട് സോഷ്യലിസം അൺടിൽ യു നോ വാട്ട് ഹി അണ്ടർസ്റ്റാൻഡ്സ് ബൈ ദ ടേം. സോഷ്യലിസത്തെ സംബന്ധിച്ച സത്യം എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ചില ആളുകളോട്. ഏതുവരെ? അൺടിൽ യു നോ, നിങ്ങൾ തിരിച്ചറിയുന്നത് വരെ, വാട്ട് ഹി അണ്ടർസ്റ്റാൻഡ്സ് ബൈ ദ ടേം. അദ്ദേഹം ഈ ഒരു വാക്കുകൊണ്ട്, ഈ സോഷ്യലിസം എന്ന് പറയുന്ന ടേം കൊണ്ട് എന്താണ് മനസ്സിലാക്കുന്നത് എന്നറിയുന്നതുവരെ അദ്ദേഹത്തിനോട് സോഷ്യലിസത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കില്ല. ഇഫ് യു സേ ഐ ബിലീവ് ഇൻ സോഷ്യലിസം, നിങ്ങൾ അയാളോട് ഞാൻ സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ, ആൻഡ് ഹീ അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് യു മീൻ യു ബിലീവ് ഇൻ റോബറി, അദ്ദേഹം വിചാരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നത് റോബറിയിലാണ്, എന്ന് വെച്ചാൽ കൊള്ളയിലാണ്, റോബറിയിലാണ് വിശ്വസിക്കുന്നത് എന്ന് അയാൾ മനസ്സിലാക്കുകയാണെങ്കിൽ, യു മസ്റ്റ് നോട്ട് ബി സർപ്രൈസ്ഡ്, നിങ്ങൾക്കൊരിക്കലും അത്ഭുതപ്പെടേണ്ടി വരില്ല. ഇഫ് ഹി ടേക്സ് എ ഡിസ്ലൈക്ക് ടു യു, ഇഫ് ഹി ഡിസ്ലൈക്ക് യു, അയാൾ നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളൊരു റോബറി നടത്തുന്ന ആളാണെന്ന് അദ്ദേഹം ഒരുപക്ഷെ ചിന്തിക്കാനിടയാവുകയും നിങ്ങളെ വെറുക്കാൻ കാരണമാവുകയും ചെയ്യും. എങ്ങനെ? സോഷ്യലിസത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇതാണ് എങ്കിൽ, ഏതാണെങ്കിൽ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ റോബറിയാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവൻ്റെ കണ്ണിലെ കരടായിട്ട് മാറുന്നു. അതുകൊണ്ട് ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആശയങ്ങൾക്കനുസരിച്ച് വേണം, വ്യക്തമാക്കിയിട്ട് വേണം കാര്യങ്ങൾ സംസാരിക്കാൻ, അല്ലെങ്കിൽ ശത്രുക്കളുണ്ടാകും. ഇഫ് എ മാൻ സേസ് ടു എ ഫ്രണ്ട് ഗുഡ് മോർണിംഗ്, നിങ്ങൾ സാധാരണ ഒരു ഫ്രണ്ടിനെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ, പറയും അല്ലേ, സ്വാഭാവികമാണ്. മിസ്റ്റർ എയോടാണ് സംസാരിക്കുന്നത്. ആൻഡ് ദ ഫ്രണ്ട് റിപ്ലൈസ് ഇറ്റ്സ് നോട്ട് എ ഗുഡ് മോർണിംഗ് അറ്റ് ഓൾ. ആ സുഹൃത്ത് നിങ്ങളോട് മറുപടി പറയുന്നു, ഇതത്ര നല്ല മോർണിംഗ് ഒന്നുമല്ല എന്ന്. ഈസ് ദാറ്റ് ദ ട്രൂത്ത്? അത് സത്യമാണോ? ഈവൻ ഇഫ് മോർണിംഗ് ഈസ് ബാഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മറുപടി ശരിക്കും അതിൻ്റെ ആ സെൻസിൽ എടുത്തുകൊണ്ടുള്ള മറുപടിയാണ്. നമ്മളൊരു ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഔപചാരികമായിട്ടുള്ളൊരു ഗ്രീറ്റിംഗ് ആണ്, അല്ലേ? നല്ല പ്രഭാതം നേരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നല്ല പ്രഭാതമാണോ അല്ലയോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല നമ്മൾ ഗുഡ് മോർണിംഗ് പറയണത്. പക്ഷേ അദ്ദേഹം എടുത്ത സെൻസ് എന്ന് പറയുന്നത് വേറെ രീതിയിലാണ്. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് മോർണിംഗ് അറ്റ് ഓൾ. ഈസ് ദാറ്റ് ദ ട്രൂത്ത് ഈവൻ ഇഫ് മോർണിംഗ് ഈസ് ബാഡ്? അതായത് ഈ മോർണിംഗ് മോശമാണെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് സത്യമാണോ എന്നാണ്. അതായത് ഫ്രണ്ട് പറഞ്ഞത് സത്യമാണോ? കാരണം അദ്ദേഹം എടുത്തത് ഒരു ഗ്രീറ്റിംഗ് എന്നുള്ള നിലയ്ക്കായിരിക്കില്ല, അല്ലേ? സംടൈംസ് പീപ്പിൾ ആസ്ക് വെരി ടയർസം ക്വസ്റ്റ്യൻസ് ആൻഡ് വി ലൈക്ക് ടു മേക്ക് എ ജോക്ക് അബൌട്ട് ഇറ്റ്. ചില സമയത്ത് ആളുകൾ എങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ടയർസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള, അല്ലേ, അൺഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആൻഡ് വി ലൈക്ക് ടു മേക്ക് എ ജോക്ക് അബൌട്ട് ഇറ്റ്. അതിനെ ഒരു ജോക്കായിട്ട് തള്ളാനാണ് നമ്മൾ ഇഷ്ടപ്പെടുക. ഉദാഹരണത്തിന്, ആർ യു എ ബോയ് സ്കൗട്ട്? said a lady to a boy wearing shorts, a jersey with badges,
എ സ്കൗട്ട്സ് ഹാറ്റ് ആൻഡ് ക്യാരിയിങ് എ ബോയ് സ്കൗട്ട് ബോർഡ്. ഒരു സ്കൗട്ടിൻ്റെ അടയാളങ്ങളൊക്കെയുള്ള ഒരു കുട്ടിയോട് ഒരു ലേഡി ചോദിക്കുകയാണ്, ആർ യു എ ബോയ് സ്കൗട്ട്? നീ ഒരു സ്കൗട്ട് ബോയ് ആണോ എന്ന് ചോദിക്കുകയാണ്. കണ്ടാൽ അറിയാം സ്കൗട്ടിൻ്റെ ആളാണ്, എങ്കിലും ആ ലേഡി ചോദിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ആ കുട്ടി ഇങ്ങനെ മറുപടി പറയുന്നു എന്നിരിക്കട്ടെ. എങ്ങനെ? നോ സെഡ് ദ ലിറ്റിൽ ഫെലോ, ഐ ആം 2 eggs on toast. ഞാൻ ആ ടോസ്റ്റിൻ്റെ മുകളിലുള്ള 2 കോഴിമുട്ട ആണ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ആ ലേഡിയെ കളിയാക്കുന്ന പോലെയാണ് അല്ലേ? ദ ലേഡി ഓൺലി മെൻറ്റ് ഹൗഎവർ ഹൗ നൈസ് യു ലുക്ക് ഇൻ യുവർ യൂണിഫോം. ആ ലേഡി ഉദ്ദേശിച്ചത് ഇത് മാത്രമാണ്. താൻ കളിയാക്കലിന് പാത്രമാകും എന്ന് വിചാരിച്ചിട്ടല്ല ഇങ്ങനെ പറയുന്നത്. ആ സ്ത്രീ ഇതേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. ഹൗ നൈസ് യു ലുക്ക് ഇൻ യുവർ യൂണിഫോം. യു ആർ ലുക്കിംഗ് വെരി നൈസ് ഇൻ ദി സ്കൗട്ട് യൂണിഫോം. നിങ്ങളെ ഈ യൂണിഫോമിൽ കാണാൻ വളരെ രസമുണ്ട് എന്ന് പറയാൻ മാത്രമേ ആ സ്ത്രീ ഉദ്ദേശിച്ച് കാണൂ. ദാറ്റ് ഈസ് ദ സ്കൗട്ട് യൂണിഫോം, ഇസ്ൻ്റ് ഇറ്റ്? അല്ലേ? ആൻഡ് ദർ വാസ് റിയലി നത്തിങ് സില്ലി ഇൻ ഹെർ റിമാർക്ക്. ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും അവരുടെ ഈ ഒരു റിമാർക്കിൽ, ഈ ഒരു പ്രസ്താവനയിൽ നിസ്സാരമായിട്ട് ഒന്നുമില്ല. കാരണം അവൻ അപ്രീഷിയേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ആ കുട്ടി അതിനെ ആ സെൻസിലല്ല എടുത്തത്. അതുകൊണ്ട് രസകരമായ രീതിയിൽ മറുപടി പറയുന്നു, ഞാൻ സ്കൗട്ടിൻ്റെ ബോയ് എന്നല്ല, എന്താണ്, ടോസ്റ്റിൻ്റെ മുകളിൽ 2 കോഴിമുട്ടയാണ്. ഇറ്റ്സ് ഓൺലി സ്റ്റുപ്പിഡ് പീപ്പിൾ ഹു ടേക്ക് റിമാർക്സ് ടു ലിറ്ററലി ആസ് വി സേ, ദാറ്റ് ഈസ് ഹു ഡു നോട്ട് ലുക്ക് ഫോർ ദ റിയൽ മീനിങ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് പീപ്പിൾ മേക്ക്. വിഡ്ഢികൾ മാത്രമാണ്, സ്റ്റുപ്പിഡ് പീപ്പിൾ മാത്രമാണ് ഈ പ്രസ്താവനകളെ വളരെ അക്ഷരാർത്ഥത്തിൽ എടുക്കുകയുള്ളൂ. കാര്യങ്ങളെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പലരും കാണാൻ ശ്രമിക്കുന്നില്ല. ആസ് വി സേ, നമ്മൾ പറയുന്നത് പോലെ, ദാറ്റ് ഈസ് who do not look for the real meaning in the statements people make. ആളുകൾ പറയുന്ന അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പലർക്കും സാധിക്കാറില്ല. Thus, when a friend says, അങ്ങനെ ഒരു സുഹൃത്ത് പറയുകയാണ്, you will not be going past the post office, will you? നീ ആ പോസ്റ്റ് ഓഫീസ് വരെ പോകുന്നില്ല ഉണ്ടോ ചോദിക്കുകയാണ് ഒരു മനുഷ്യൻ. ഒരുപക്ഷെ അയാൾ ഉദ്ദേശിക്കുന്നത് ഇതായിരിക്കാം. ഹി മേ മീൻ, ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഇഫ് യു വുഡ് പോസ്റ്റ് എ ലെറ്റർ ഫോർ മീ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ടു മച്ച് ട്രബിൾ. നിനക്ക് വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിൽ എനിക്ക് വേണ്ടി ഈ ലെറ്റർ ഒന്ന് പോസ്റ്റ് ചെയ്താൽ ഞാൻ നിങ്ങളോട് വളരെ നന്ദിയുള്ളവനായിരിക്കും എന്നായിരിക്കും ഒരു പക്ഷേ അവൻ വിചാരിച്ചിട്ടുണ്ടാവുക അല്ലേ? നിങ്ങളങ്ങോട്ട് പോകണുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയമായിരിക്കില്ല. എനിക്ക് വേണ്ടി ഈ ലെറ്റർ ഒന്ന് പോസ്റ്റ് ചെയ്യുമോ വിഷമമില്ലെങ്കിൽ എന്ന് മാത്രമേ അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. ഇഫ് യു സേ നോ, ഇല്ല ഞാൻ ആ പോസ്റ്റ് ഓഫീസ് വരെ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് കടന്നു പോകുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ, ബിക്കോസ് യു ആർ നോട്ട് ഗോയിങ് പാസ്റ്റ് ദ ഓഫീസ്, ഇറ്റ് മീൻസ് ടു യുവർ ഫ്രണ്ട് ദാറ്റ് യു ആർ നോട്ട് വില്ലിങ് ടു ഗോ ഔട്ട് ഫോർ യുവർ വേ ഈവൻ എ ലിറ്റിൽ ടു ഒബ്ലിജ് ഹിം. നിങ്ങളുടെ സുഹൃത്ത് മനസ്സിലാക്കുന്നത് എന്താണ്? നിങ്ങൾ തയ്യാറല്ല. എന്തിന്? ടു ഗോ ഔട്ട് ഓഫ് യുവർ വേ ഈവൻ എ ലിറ്റിൽ, കുറച്ചുപോലും നിങ്ങളുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ, നിങ്ങളുടെ യാത്രയിൽ നിന്ന് ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് ഇവൻ്റെ കാര്യത്തിന് വേണ്ടി ഒരു സെക്കൻഡ് പോലും ചിലവഴിക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്നായിരിക്കും ആ സുഹൃത്ത് മനസ്സിലാക്കുക. ഇപ്പം നമ്മളിങ്ങനെ റോഡിലൂടെ ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ മണ്ണാർക്കാട്ടേക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾക്ക് മണ്ണാർക്കാട്ടേക്ക് പോരാൻ താല്പര്യമുണ്ട്, വിരോധമില്ലെങ്കിൽ എന്നാണ്. നമ്മൾ എങ്ങോട്ടാണ് പോണത് എന്ന് അയാൾക്ക് അറിയാനുള്ള താല്പര്യം കൊണ്ടായിരിക്കില്ല അല്ലേ? അപ്പം അതേപോലെ തന്നെയാണ്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഈസി ഇൻ കമ്പനി ടു സ്പീക്ക് ഫ്രാങ്ക്ലി. And if you don't want to be considered a bad-mannered person, you have to watch constantly for signs. It's not always easy in company. ഒരു കമ്പനിയിലിരിക്കുന്ന സമയത്ത്, കുറച്ച് ആളുകൾ കൂടിയിരിക്കുന്ന സമയത്ത്, if people are gathered together, it will be difficult to speak frankly. അല്ലേ? തുറന്ന് സംസാരിക്കാൻ പ്രയാസമായിരിക്കും. And if you don't want to be considered a bad-mannered person, നിങ്ങളൊരു ബാഡ്-mannered ആയിട്ടുള്ള അല്ലേ, മോശം സ്വഭാവമുള്ള ഒരാളല്ല എന്ന് മറ്റുള്ളവർ കാണണമെങ്കിൽ യു ഹാവ് ടു വാച്ച് കോൺസ്റ്റൻ്റ്ലി ഫോർ സൈൻസ്. നമ്മൾ ചില അടയാളങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ്. എന്ത് അടയാളങ്ങളാണ്? ഇറ്റ്സ് നോട്ട് ഈസി ഫോർ എക്സാമ്പിൾ ടു ലിസൺ ഫോർ ലോങ് ടു എനി വൺ പേഴ്സൺ. പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി ടു ലിസൺ ഫോർ ലോങ് ടു എനി വൺ പേഴ്സൺ. ഏതെങ്കിലും ഒരാളെ കൂടുതൽ സമയം അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. Try in company to take only a fair share of the conversation. ഒരു കമ്പനിയിലായിരിക്കുന്ന സമയത്ത്, അതായത് സുഹൃത്തുക്കളെല്ലാം കമ്പനി കൂടിയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ടു ടേക്ക് ഓൺലി എ ഫെയർ ഷെയർ ഓഫ് കോൺവെർസേഷൻ. ആ അഭിപ്രായ പ്രകടനങ്ങൾ അല്ലെങ്കിൽ കോൺവെർസേഷൻ, പരസ്പര സംഭാഷണം നടക്കുന്ന സമയത്ത് ഒരു നിശ്ചിത ഷെയർ അല്ലേ, കുറച്ച് സമയം മാത്രം എടുത്ത് സംസാരിക്കുക. അതാണ് മര്യാദ. ഇഫ് ദർ ആർ 2 of you, നിങ്ങൾ 2 പേരാണെങ്കിൽ ടേക്ക് ഹാഫ് ഓഫ് ഇറ്റ്. You can take time which is half.
അല്ലേ? പകുതി സമയം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പരസ്പരം സംഭാഷണം നടത്തുന്നതിൻ്റെ പകുതി സമയം നിങ്ങൾ തന്നെ സംസാരിച്ചിരുന്നാൽ പോരാ, മറ്റേയാൾക്കും അവസരം കൊടുക്കണം. വെൻ യു ഹാവ് സെഡ് എ ലിറ്റിൽ, നിങ്ങൾ വളരെ കുറച്ചേ പറയുന്നുള്ളൂ എന്ന് വയ്ക്കുക. കീപ് ക്വയറ്റ്, മിണ്ടാതിരിക്കുക. ആൻഡ് ഗിവ് യുവർ ഫ്രണ്ട് എ ചാൻസ് ടു സേ സംതിങ്, അല്ലേ? നിങ്ങളുടെ സുഹൃത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കുക. ഇഫ് ഹി ഡസ് നോട്ട് ടോക്ക്, അദ്ദേഹം സംസാരിക്കുന്നില്ല, നിങ്ങൾ വളരെ കുറച്ച് സംസാരിച്ചതിന് ശേഷം അവനൊന്നും മിണ്ടുന്നില്ല എങ്കിൽ ഹി പ്രോബബ്ലി ഡസ് നോട്ട് വാണ്ട് യു ടു ടോക്ക് എയ്തർ. അതിൻ്റെ അർത്ഥം നിങ്ങളും അവനോട് സംസാരിക്കേണ്ടതില്ല എന്നുള്ളതിൻ്റെ ഒരു സൈനാണത്, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ അവന് താല്പര്യമില്ല എന്നതിൻ്റെ. ഹി പ്രോബബ്ലി ഡസ് നോട്ട് വാണ്ട് യു ടു ടോക്ക് എയ്തർ, നിങ്ങളും സംസാരിക്കേണ്ടതില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ്. മെനി എ യങ് മാൻ ഓർ വുമൺ talks away thinking the company is delighted to hear him or her and everyone is really exhausted and angry. ഒരുപാട് ആളുകൾ, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും, അവരങ്ങനെ ടോക്സ് അവേ, സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്ത് വിചാരിച്ചുകൊണ്ട്? ദ കമ്പനി ഈസ് ഡിലൈറ്റഡ്, യുവർ ഫ്രണ്ട് ഈസ് വെരി ഹാപ്പി ടു ഹിയർ ഹിം ഓർ ഹെർ. നിങ്ങളെ, അതായത് അവനെയോ അവളെയോ കേൾക്കാൻ നിങ്ങളുടെ സുഹൃത്തിന് വളരെ താല്പര്യമാണ്, സന്തോഷമാണ് എന്ന് വിചാരിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ആൻഡ് എവരി വൺ ഈസ് റിയലി എക്സോസ്റ്റഡ് ആൻഡ് ആംഗ്രി. അങ്ങനെയാവുന്ന സമയത്ത് എല്ലാവർക്കും എന്തുണ്ടാവും? ഒരു മടുപ്പും ദേഷ്യമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ മൂഡിനനുസരിച്ച് അവർ കേൾക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ മാത്രമേ സംസാരിക്കാവൂ. Don't think you can say unpleasant things about someone behind his back and not be found out. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഡോണ്ട് തിങ്ക് യു ക്യാൻ സേ അൺപ്ലസൻറ്റ് തിങ്സ്. അത് മോശമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലേ? അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച്, എബൌട്ട് സം വൺ ബിഹൈൻഡ് ഹിസ് ബാക്ക്, അയാളില്ലാത്ത സമയത്ത്, അല്ലേ? ഒരാളെക്കുറിച്ച് അയാളുടെ ആബ്സെൻസിൽ, അയാളുടെ അസാന്നിധ്യത്തിൽ സംസാരിക്കരുത്. എങ്ങനത്തെ കാര്യങ്ങൾ? അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ച്. ആൻഡ് നോട്ട് ബി ഫൗണ്ട് ഔട്ട്. ഇറ്റ് ഈസ് സർപ്രൈസിങ് how the remarks usually find their way to the person with your names attached, so to speak. നിങ്ങൾ ഒരാളെക്കുറിച്ച് മോശമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? The news will reach to the person about whom you have talked. നിങ്ങൾ സംസാരിച്ച, ആരെക്കുറിച്ചാണോ സംസാരിച്ചത്, അല്ലേ? മോശപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചത്, അയാളുടെ ചെവിയിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എത്തിച്ചേരും. എങ്ങനെയാണ് എത്തിച്ചേരുക? വിത്ത് യുവർ നെയിം അറ്റാച്ച്ഡ്. നിങ്ങളത് പറഞ്ഞു എന്ന രീതിയിൽ തന്നെ ആ ന്യൂസ് അയാളുടെ അടുത്ത് എത്തിച്ചേരും. വാട്ട് എവർ യു സേ, ഓൾവേസ് അസ്യൂം ദാറ്റ് ദ പേഴ്സൺ മേ ഓവർ ഹിയർ. വാട്ട് എവർ യു സേ, നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും, എന്തൊക്കെയാണ് പറയുന്നത് എങ്കിലും, ഓൾവേസ് അസ്യൂം, നിങ്ങളൊരു കാര്യം മനസ്സിൽ കരുതണം. എന്താണ് മനസ്സിൽ കരുതേണ്ടത്? ദാറ്റ് ദ പേഴ്സൺ മേ ഓവർ ഹിയർ. മറ്റേയാളത് ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിൽ മാത്രമേ സംസാരിക്കാവൂ, അല്ലേ? മറ്റേയാളും നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നു എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. എന്നാൽ നമ്മൾ മറ്റയാളെക്കുറിച്ച് മോശമൊന്നും സംസാരിക്കില്ല. ആൻഡ് അഡ്ജസ്റ്റ് യുവർ റിമാർക്സ് അക്കോർഡിംഗ്ലി. എന്നിട്ട് നമ്മുടെ പ്രസ്താവനകളെ അതിനനുസരിച്ച് ക്രോഡീകരിക്കുക, അല്ലേ? ഓൾ എക്സ്പീരിയൻസ് പീപ്പിൾ ആക്ട് ഇൻ ദിസ് വേ. പരിചയസമ്പന്നരായ എല്ലാവരും ഇങ്ങനെയാണ് പെരുമാറുക. അതായത് ആരെക്കുറിച്ചും മോശം സംസാരിക്കില്ല ഒരാളുടെ അസാന്നിധ്യത്തിൽ. നൗ ഹിയർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സർപ്രൈസിങ് തിങ്സ് ഇൻ ലൈഫ്. നോ മാൻ റിയലി അണ്ടർസ്റ്റാൻഡ്സ് ഹിംസെൽഫ്. ഇവിടെ ഏറ്റവും ആശ്ചര്യജനകമായ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നോ മാൻ റിയലി അണ്ടർസ്റ്റാൻഡ്സ് ഹിംസെൽഫ്. ആർക്കും തന്നെ സ്വയം മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ്. വാട്ട് എ ലോട്ട് ഓഫ് ആർഗ്യുമെൻറ്റ് ആൻഡ് ആങ്കർ വി ഷുഡ് ബി സേവ്ഡ് ഇഫ് പീപ്പിൾ വുഡ് ഓൺലി അണ്ടർസ്റ്റാൻഡ് ദിസ്. എത്രമാത്രം വാദപ്രതിവാദങ്ങളും ദേഷ്യങ്ങളും നമുക്കില്ലാതാക്കാമായിരുന്നു. ഷുഡ് ബി സേവ്ഡ് ഇഫ് പീപ്പിൾ വുഡ് ഓൺലി അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇത് മനസ്സിലാക്കിയാൽ മാത്രം പല തർക്കങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. എക്സാമ്പിളാണ് പറയുന്നത്. സപ്പോസ് ഫോർ എക്സാമ്പിൾ യു സേ എ മോട്ടോർ ആക്സിഡൻറ്റ് ആൻഡ് വി ആർ ഗിവിങ് എവിഡൻസ് അബൌട്ട് വാട്ട് ഹാപ്പൻഡ്. നിങ്ങളൊരു മോട്ടോർ ആക്സിഡൻറ്റ്, ഒരു വാഹനാപകടം കാണുകയാണ്. ആൻഡ് വി ആർ ഗിവിങ് എവിഡൻസ്, നിങ്ങളൊരു തെളിവ് കൊടുക്കുകയാണ് അബൌട്ട് വാട്ട് ഹാപ്പൻഡ്. എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ വിശദമാക്കുകയാണ്. യു വുഡ് ഫീൽ പെർഫെക്റ്റ്ലി കോൺഫിഡൻറ്റ്. നിങ്ങൾക്കൊരു പക്ഷേ അങ്ങേയറ്റം കോൺഫിഡൻസ് തോന്നും, എന്ത് താൻ പറയുന്നത് സത്യമാണ് എന്ന്. പെർഹാപ്സ് ദാറ്റ് ദ കാർ വിച്ച് നോക്ക് ദ ബോയ് ഓവർ വാസ് എ ബ്ലൂ കാർ. ഒരുപക്ഷെ നിങ്ങളുടെ കോൺഫിഡൻസിൽ ആ കുട്ടിയെ ഇടിച്ച് തള്ളിയിട്ട ആ കാറ് ബ്ലൂ കാറായിരിക്കും. അതേസമയം അനദർ പേഴ്സൺ വുഡ് ബി ഈക്വലി കോൺഫിഡൻറ്റ്. മറ്റൊരാളും ഇതേപോലെ നിങ്ങളുടേതുപോലെ തന്നെ കോൺഫിഡൻ്റ് ആണ്. എന്തിൽ? ദാറ്റ് ഇറ്റ് വാസ് എ ഗ്രേ കാർ. അത് ബ്ലൂ അല്ല, ഗ്രേ കാറാണ് എന്നുള്ള അഭിപ്രായത്തിൽ. ആൻഡ് സം വൺ എൽസ് ദാറ്റ് ഇറ്റ് വാസ് എ ബ്ലാക്ക് കാർ.
മറ്റൊരു സാക്ഷിക്ക് ബ്ലൂമല്ല ഗ്രേയുമല്ല, അതൊരു ബ്ലാക്ക് കാറായി മാറാം. അപ്പോൾ ഇങ്ങനെ പേഴ്സൺ അനുസരിച്ച് അഭിപ്രായങ്ങൾ, ഒരു ഫാക്റ്റിലെ തന്നെ അഭിപ്രായങ്ങൾ മാറി മാറി വരാം. അതുകൊണ്ടാണ് പറയുന്നത് നോ മാൻ റിയലി അണ്ടർസ്റ്റാൻഡ്സ് ഹിംസെൽഫ്. എക്സ്പെരിമെൻറ്റ്സ് ആർ സംടൈംസ് മെയ്ഡ് ബൈ എക്സ്പേർട്സ് ടു ഫൈൻഡ് ഔട്ട് ഹൗ മെനി എറേഴ്സ് പീപ്പിൾ ഡു മേക്ക് ഇൻ ദെയർ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരുപാട് പരീക്ഷണങ്ങളെല്ലാം പല സമയത്തും നടത്തിയിട്ടുണ്ട്. ബൈ എക്സ്പേർട്ടുകളാൽ അല്ലേ, വിദഗ്ധരാൽ പല പരീക്ഷണങ്ങളും നടത്തപ്പെട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടി? ടു ഫൈൻഡ് ഔട്ട് ഹൗ മെനി എറേഴ്സ് പീപ്പിൾ ഡു, എന്തുമാത്രം തെറ്റുകളാണ് ആളുകൾ ചെയ്യുന്നത്, മേക്ക് ഇൻ ദെയർ സ്റ്റേറ്റ്മെൻറ്റ്സ്, അവരുടെ പ്രസ്താവനകളിൽ എന്നിങ്ങനെയൊക്കെയാണ് ആളുകൾ തെറ്റുവരുത്തുന്നത് എന്നറിയാൻ വേണ്ടി പല വിദഗ്ധരും പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ഹിയർ ഈസ് വൺ എക്സ്പെരിമെൻറ്റ് വിച്ച് വാസ് ട്രൈഡ്. അങ്ങനെ പരീക്ഷിക്കപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റാണ് ഇവിടെ വിവരിക്കാൻ പോകുന്നത്. Some students at a university were shown a screen, a picture of a bullfight. കുറച്ച് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് ഒരു ചിത്രം കാണിച്ചു കൊടുക്കുന്നു. They were then asked to write a short account of, ഒരു വിശദമായിട്ട് എഴുതുവാൻ വേണ്ടി അവരോട് പറയുകയാണ് വാട്ട് ദേ ഹാഡ് സീൻ. അവർ കണ്ടത് എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു ചിത്രം കാണിച്ചിട്ട് എഴുതാൻ പറയുകയാണ്. When this was finished, they were told to put a number on every statement made. അങ്ങനെ അവരുടെ ഒരു ടാസ്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം they were told, അവരോട് പറയുകയാണ് to put a number on every statement made. അവരെഴുതിയ ഓരോ പ്രസ്താവനകൾക്ക് നേരെ ഓരോ നമ്പർ ഇടാൻ. ആ നമ്പറിൻ്റെയൊക്കെ നേരെ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഒന്നെഴുതുക എങ്ങനെയാണെങ്കിൽ if they thought so, അവരുടെ വിചാരം മാത്രമാണ് അത്, അവർക്കങ്ങനെ തോന്നുന്നുവെങ്കിൽ ഒന്നിടുക. 2, if they were fairly sure about it, അവർക്ക് ഏതാണ്ട് ഉറപ്പാണെങ്കിൽ 2 എഴുതുക. അതായത് ചിത്രം കാണിച്ചതിന് ശേഷം ഇന്നതാണ് എന്നവർ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത് എന്ന് പറയുന്ന സമയത്ത് അവർക്ക് ഉറപ്പുള്ളതിൻ്റെ നേരെ, ഏതാണ്ട് ഉറപ്പുള്ളതിൻ്റെ നേരെ 2 എഴുതുക. അവർക്ക് ഇങ്ങനെയാണെന്ന് തോന്നുന്നു എന്നാണെങ്കിൽ 1 എഴുതുക. പിന്നെ 3-മത്തെ എങ്ങനെയാണ്? if they were quite sure, അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും ഉറപ്പാണ് എന്ന് പറയുകയാണെങ്കിൽ 3 എഴുതുക. 4 എങ്ങനെയാണ്? if they were prepared to swear to the statement on oath, അവർ അങ്ങേയറ്റം ഉറപ്പിച്ച് പറയണം ഇതല്ലാണ്ട് മറ്റൊന്നുമല്ല എന്ന് സ്വയർ ചെയ്ത് പറയുകയാണെങ്കിൽ 4. എവറി സ്റ്റുഡൻറ്റ് ഹാഡ് അറ്റ്ലീസ്റ്റ് 10% errors in the statements. ഏതാണ്ട് എല്ലാ കുട്ടികളും 10% തെറ്റുകൾ അവരുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഏത് പ്രസ്താവനയിലാണ്? സ്റ്റേറ്റ്മെൻറ്റ്സ് ഹി വാസ് പ്രിപ്പയർഡ് ടു സ്വെയർ ടു ഓൺ ഓത്ത് and considerably more than 10% in all other groups. ഇത് അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയുന്ന ടീംസ് അല്ലേ, ഒരു പ്രസ്താവന എഴുതി ആ പ്രസ്താവന അത് തന്നെയാണ് ഞാൻ ചിത്രത്തിൽ കണ്ടത് എന്ന് ഉറപ്പിച്ച് പ്രതിജ്ഞ ചെയ്ത് പറയുന്നുണ്ട് അല്ലേ. അങ്ങനെ പറഞ്ഞ കാര്യത്തിൽ പോലും ഏതാണ്ട് 10% പിഴവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്സിലോ 10% അധികമായിട്ടും തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. Now how does this happen? എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? Here, for example, was one mistake. ഇതായിരുന്നു ഒരു മിസ്റ്റേക്ക്. A student saw the bull having its tongue out. ആ ചിത്രത്തിൽ ഒരു കുട്ടി കാണുന്നത് ഒരു കാളയുടെ നാക്ക് പുറത്തേക്ക് തള്ളിയിരിക്കുന്നതായിട്ടാണ്. He was quite sure about it. അദ്ദേഹം അതിൽ 2-മത്തെ നമ്പറാണ് കൊടുത്തത്. അതായത് quite sure, completely sure എന്നുള്ള അർത്ഥത്തിൽ. Yet when he was shown the picture again, വീണ്ടും അവൻ ആ ചിത്രം കാണിച്ചു കൊടുത്തപ്പോൾ he saw that bull's mouth was closed. അവൻ പിന്നീട് കണ്ടത്, ആ ചിത്രത്തിൽ കണ്ടത് എന്താണ്? ആ ബുള്ളിൻ്റെ വായ ക്ലോസ് ആയിരുന്നു എന്നാണ്, അതായത് നാക്കല്ല എന്നർത്ഥം. ബട്ട് ദാറ്റ് ബിക്കോസ് ഇറ്റ്സ് ഹെഡ് വാസ് ടേൺ ടു ദ സൈഡ്. കാരണം അത് ചിത്രത്തിൽ അതിൻ്റെ തല ഒരു ഭാഗത്തേക്ക് ചെരിച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ദ ഇയർ ലുക്ക് ലൈക്ക് ദ ടങ്. വാസ്തവത്തിൽ ആ കുട്ടി കണ്ടത് എന്തായിരുന്നു? ചെവി. ആ ചെവിയാണ് ടെങ്ങാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് അല്ലേ. ചെവി കണ്ടിട്ടാണ് കുട്ടി അത് ടെങ്ങാണ് എന്ന് പറഞ്ഞത്. സോ വെനെവർ യു ആർ ആർഗ്യൂയിങ് വിത്ത് സംവൺ അബൌട്ട് എ പോയിൻറ്റ്, നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് ആരോടെങ്കിലും ഇങ്ങനെ ആർഗ്യൂ ചെയ്യുന്ന, തർക്കിക്കുന്ന സമയത്ത് റിമെമ്പർ ദാറ്റ്, ഒരു കാര്യം ഓർക്കുക, ദർ ഈസ് ക്വൈറ്റ് എ ഗുഡ് ചാൻസ് ദാറ്റ് യു ആർ റോങ്. നിങ്ങൾക്ക് തെറ്റുപറ്റാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള ഒരു കാര്യം ഓർക്കുക. ഹൗവെവർ കോൺഫിഡൻറ്റ് യു ഫീൽ അബൌട്ട് ഇറ്റ്, നിങ്ങൾക്ക് എത്രത്തോളം കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ ആ മറുപടിയിലെങ്കിലും, ആ കാര്യത്തിൽ നിങ്ങളുടെ കോൺഫിഡൻസ് 100% ആണെങ്കിൽ പോലും എന്തായിരിക്കും? ദർ ഇസ് എ ചാൻസ് ദാറ്റ് യു ആർ റോങ്. നിങ്ങൾ അതിനെക്കുറിച്ച് കരുതുന്നത് തെറ്റാകാം അല്ലേ. 100% ഒരു പക്ഷേ അത് ശരിയായിക്കൊള്ളണമെന്നില്ല. ഗുഡ് മാനേഴ്സ് കം ഫ്രം ഹാവിങ് സിമ്പത്തി വിത്ത് അതേഴ്സ് ആൻഡ് ഫ്രം അണ്ടർസ്റ്റാൻഡിങ് അവർ ഓൺ ലിമിറ്റേഷൻസ്.
ഗുഡ് മാനേഴ്സ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഫ്രം ഹാവിങ് സിമ്പതി, നമുക്ക് മറ്റുള്ളവരിൽ ഒരു സിമ്പതി, അനുകമ്പ ഉണ്ടാകുമ്പോഴാണ്. ആൻഡ് ഫ്രം അണ്ടർസ്റ്റാൻഡിങ് അവർ ഓൺ ലിമിറ്റേഷൻസ്, നമ്മളുടേത് തന്നെയായിട്ടുള്ള പരാധീനതകളെ മനസ്സിലാക്കുമ്പോഴുമാണ്. ദ ട്രൂത്ത് ഈസ് ടു ബിഗ് ഫോർ എനി വൺ ഓഫ് us ടു അണ്ടർസ്റ്റാൻഡ്. സത്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറത്ത്. ടു ബിഗ് ഫോർ എനി വൺ ഫോർ us ടു അണ്ടർസ്റ്റാൻഡ്. ദാറ്റ് ഈസ് ടു ബിഗ് ടു അണ്ടർസ്റ്റാൻഡ്. The truth is too big. It is very big so that it is very difficult to understand. The truth as we see, it is only our truth. നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സത്യം എന്നുള്ളത് ഇറ്റ്സ് ഓൺലി അവർ ട്രൂത്ത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് സത്യം. ആൻഡ് പാർട്ട് ഓഫ് എ ലാർജർ ട്രൂത്ത്, അതൊരു പക്ഷേ വലിയൊരു സത്യത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമായിരിക്കാം. We should always realize that we are humble, unimportant and little people on this earth. നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? We should always realize that we are humble. നമ്മൾ വിനീതരായ, അല്ലെ, വളരെ ഹമ്പിളായിട്ടുള്ള, അൺഇമ്പോർട്ടൻറ്റ്, തീരെ പ്രാധാന്യമില്ലാത്ത ലിറ്റിൽ പീപ്പിൾ, ചെറിയ മനുഷ്യരാണ് ഓൺ ദീസ് എർത്ത്, ഈ ഭൂമിയിലെ. ആൻഡ് ട്രൈ ടു ഹെൽപ്പ് ദ വേൾഡ് ആസ് മച്ച് ആസ് വി ക്യാൻ ഇൻ അവർ ഷോർട്ട് ടൈം ഹിയർ. നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന വളരെ ചെറിയ ലൈഫ് സ്പാൻ, ആ ലൈഫ് സ്പാനിൽ കഴിയുന്നിടത്തോളം നമ്മൾ ലോകത്തെ സഹായിച്ചു കൊണ്ടേയിരിക്കുക, ചെറിയ സഹായമാണെങ്കിൽ പോലും. ഐ എക്സ്പെക്ട് ടു പാസ് ത്രൂ ദിസ് വേൾഡ് ബട്ട് വൺസ്. Any good therefore that I can do, or any kindness that I can show to any fellow creature, let me do it now. ഞാൻ വിചാരിക്കുന്നത് ഐ എക്സ്പെക്ട് ടു പാസ് ത്രൂ ദിസ് വേൾഡ് ബട്ട് വൺസ്. ഈ ലോകത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഒരിക്കൽ മാത്രമാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനി ഗുഡ് therefore, അതുകൊണ്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം, ദാറ്റ് ഐ ക്യാൻ ഡു, എനിക്ക് ചെയ്യാൻ കഴിയാവുന്ന എന്തെങ്കിലും നല്ല കാര്യം, ഓർ കൈൻഡ്നെസ്, അല്ലെ, മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു ദയ, ദാറ്റ് ഐ ക്യാൻ ഷോ, എനിക്ക് കാണിക്കാൻ പറ്റാവുന്ന ദയ. എനി ഫെല്ലോ ക്രീച്ചർ, ഏതൊരു നമ്മുടെ കൂടെയുള്ള ജീവികൾ ആരോടാണെങ്കിലും, ലെറ്റ് മീ ഡു ഇറ്റ് നൗ, അതിപ്പോൾ ചെയ്യണം. ദയയും കരുണയും സ്നേഹവും നന്മയും എല്ലാം ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴാണ് ചെയ്യേണ്ടത്. ലെറ്റ് മീ നോട്ട് ഡെഫർ ഓർ നെഗ്ലക്റ്റ് ഇറ്റ്. ഞാനതൊരിക്കലും, ആ നന്മ ഒരിക്കലും ഡെഫർ ചെയ്യാതിരിക്കട്ടെ, എന്നുവെച്ചാൽ പിന്നേക്ക് നീട്ടി വയ്ക്കാതിരിക്കട്ടെ, അല്ലേ. നാളെ ചെയ്യാമെന്ന് വെച്ച് മാറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല. നാളെ എന്നുള്ളത് ഒരു ഡ്രീം മാത്രമാണ് പലപ്പോഴും. അല്ലാതെ അത് നെഗ്ലക്റ്റ് അങ്ങനെ ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. നെഗ്ലക്റ്റ് ചെയ്യാൻ അവഗണിക്കുക എന്നാണ്. ഫോർ ഐ ഷാൽ നോട്ട് പാസ് ദിസ് വേ അഗെയിൻ, കാരണം എനിക്ക് വീണ്ടും ഈ പാതയിലൂടെ കടന്നു പോകാൻ സാധിക്കുകയില്ല. വാട്ട് ഹാസ് ഗോൺ ഇറ്റ് വിൽ നോട്ട് റിട്ടേൺ ടു മീ. കഴിഞ്ഞ കാലങ്ങൾ തന്നെയാണ്, അത് വീണ്ടും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയില്ല. സോ ഇഫ് വി ആർ ലിവിങ് ടുഡേ, ഇഫ് വി ഡിസൈഡ് ടു ഡു എനിത്തിങ് ഗുഡ് ഫോർ അതേഴ്സ്, ഡു ഇറ്റ് നൗ. വി ഷുഡ് നോട്ട് പോസ്റ്റ്പോൺ ദാറ്റ് സെയിം തിങ് ടു അനദർ ഡേ. മറ്റുള്ള ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുന്നത് ഉചിതമായ ഒരു കാര്യമല്ല. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദ essay ഗുഡ് മാനേഴ്സ് റിട്ടൺ ബൈ J.C. Hill. നമുക്കറിയാം, ഇത് ആൻ ഇൻട്രൊഡക്ഷൻ ടു സിറ്റിസൺഷിപ്പ് എന്നുള്ള ഒരു എസ്സേയുടെ ചെറിയ മാറ്റം വരുത്തി അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണിത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കണ്ടന്റ് ഓഫ് ദിസ് ചാപ്റ്റർ വെരി വെൽ. Okay, meet you soon. Until then, goodbye.